ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ മാംഗയിലെ മോറോ ആർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ചാപ്റ്ററാണ് ഇനി പറയാൻ പോകുന്നത്. ഇതറിയാത്ത കൂട്ടുകാർക്ക് എന്താണെന്ന് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഡ്രാഗൺ ബോൾ സീരീസിലെ ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത സ്റ്റോറിയാണ് ഗാലക്റ്റിക് പെട്രോൾ പ്രിസൺ. ഇതിൽ ഗോക്കുവും വെജിറ്റയും കൂടി മോറോ എന്നൊരു വില്ലനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ തന്നെ ഉള്ളത്. ഈ മാംഗ ചാപ്റ്റർ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കാതെ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ലാസ്റ്റ് ചാപ്റ്ററിൽ ഗോക്കു മോറോയെ തന്നെ കൊല്ലുന്നു. അതിന്റെ സന്തോഷത്തിൽ ക്രില്ലൻ പോയി കെട്ടിപ്പിടിച്ച് നീ ആടാ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ജി ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതേ ടൈം പിക്കലോ ആൻഡ് വെജീറ്റ കാമായിട്ട് ഒരു സൈഡിൽ നിന്ന് ചിരിക്കുന്നു. അതുപോലെ എർത്തിന്റെ ഗാർഡിയനായിട്ടുള്ള ഡെൻഡെ മോറോ മരിച്ചെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ മുഴുവനായും മോറോ പോയെന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനെ ഈ ഒരു സമയം നമ്മുടെ വെജീറ്റ ഗോക്കുവിനോട് ചോദിക്കും, എനിക്കൊരു കാര്യം മാത്രമാണ് മനസ്സിലാകാത്തത്. നമ്മൾ എല്ലാവരും പവേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു മാസീവായിട്ടുള്ള എനർജി അവിടെ വന്നു. അത് വന്നതുകൊണ്ട് മാത്രമാണ് മോറോയെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ തന്നെ സാധിച്ചത്. സത്യം പറ, അത് നിന്റെ പവർ ആണോ എന്ന് വെജീറ്റ ഗോക്കുവിനോട് ചോദിക്കുന്നു. ഗോക്കു പറയും, എനിക്കും അത് അറിയില്ല, പക്ഷെ അത് എന്റെ പവറുമല്ല. മേ ബി ആ ഒരു പവർ നമുക്ക് കിട്ടണമെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആരോ നമ്മുടെ ഭൂമിയിലുണ്ട്. വൈകാതെ നമുക്ക് അവനെ കണ്ടുപിടിക്കണമെന്നും ഗോക്കു പറയുന്നു. വെജീറ്റ പറയും, നിന്റെ കള്ളത്തരമൊന്നും എനിക്ക് കേൾക്കണ്ട, സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് വെജീറ്റ ചെറുതായി ഒന്ന് ടെൻഷനാവും. ഇതേ സമയം നമ്മുടെ ഊബിനെ കാണിക്കുന്നു. ഊബിന്റെ അടുത്ത് തന്നെ ലോർഡ് ഓഫ് ലോർഡ്സും ഉണ്ടാകും. ഊബിനോട് പറയും, നീ കാരണമാണ് ഈ വേൾഡ് തന്നെ രക്ഷിച്ചത്. ഈ സമയം നമ്മുടെ ഊബിന് ഒന്നും തന്നെ മനസ്സിലാകില്ല. ഞാൻ ജസ്റ്റ് ഒരു കൈ മാത്രമേ പൊക്കിയിട്ടുള്ളൂ. നമ്മുടെ ലോർഡ് ഓഫ് ലോർഡ്സ് ഒന്ന് ചിരിച്ച ഉടൻ തന്നെ അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മുടെ ലോർഡ് ഓഫ് ലോർഡ്സ് കാമിയുടെ സ്ഥലത്തെത്തി പഴയതുപോലെ ബൂ ആയിട്ട് മാറുന്നു. ഇത്രയും സമയം ബൂ ഉറങ്ങുകയും ലോർഡ് ഓഫ് ലോർഡ് ആണ് നമ്മുടെ ബോഡി തന്നെ കൺട്രോൾ ചെയ്തതെന്നും ബൂ പറയുന്നു. അങ്ങനെ എല്ലാവരും മുഴുവനായി ഹാപ്പി ആയതുകൊണ്ട് തന്നെ മിസ്റ്റർ സേത്തൻ പറയും, ഗോക്കു മോറോയെ ഡിഫീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ തന്റെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കും. അങ്ങനെ അവിടെ എത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ എസ്കയെ കാണിക്കുന്നത്. അങ്ങനെ എസ്ക എർത്ത് വിട്ട് തന്റെ നാമക്കൻ പ്ലാനറ്റിലേക്ക് എത്തുന്നു. അതുപോലെ അവിടെയുള്ള നാമക്കൻസ് ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നു. അവരെ മാത്രമല്ല, മോറോ ആരെയൊക്കെ കൊന്നു അവരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഗോക്കു ഒരു സ്പേസ് ഷിപ്പിൽ ജാക്കോയുടെ കൂടെ പോവുകയാണ്. ഇതെന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാതെ ഗോക്കു ജാക്കോയിനോട് ചോദിക്കും, നിങ്ങളെ ബോസ് അഭിനന്ദിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ഗോക്കുവും എല്ലാവരും കൂടി ഗാലക്റ്റിക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു. അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ പോലെ ഗോക്കു, വെജീറ്റ, ബൂ, ജാക്കോ തുടങ്ങിയവർക്കൊക്കെ മെഡൽസ് കൊടുക്കുന്നു. അങ്ങനെ ഒരാൾ കൂടി വരാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ മിയറസ് അവിടെ കടന്നു വരുന്നു. ഇത് കണ്ടയുടൻ തന്നെ നമ്മുടെ ഗോക്കു ഒന്ന് ഷോക്കാകുന്നു. എന്ത്, മിയറസോ? മിയറസ് ഓൾറെഡി മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ വന്നു എന്ന് മിയറസിനോട് ചോദിക്കും. നിങ്ങൾ ഏഞ്ചൽസ് റൂൾസിന് അഗെയിൻസ്റ്റ് ആയി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ വാനിഷ് ആയി പോകേണ്ടതല്ലേ എന്നും ചോദിക്കുന്നു. അപ്പോൾ തന്നെ മിയറസ് പറയും, ഞാൻ ഓൾറെഡി ഇവിടെ വിട്ട് പോകേണ്ടതാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഏഞ്ചൽ അല്ല എന്നും പറഞ്ഞ് 5 ദിവസം മുന്നേയുള്ള ഒരു കാര്യം കാണിക്കുന്നു. നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് വിസ് ആൻഡ് ബിയറസിനെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ഈ സമയം ഗ്രാൻഡ് പ്രീസ്റ്റ് ഞാൻ നിങ്ങളെ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. രണ്ടുപേരും പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, മിയറസ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചതും കൂടിയില്ല. അതിനുശേഷം ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, മിയറസ് വാനിഷ് ആകുന്നതിന് മുൻപ് തന്നെ ഞാൻ അവന്റെ പവേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവൻ ഇപ്പോൾ മോർട്ടലായിട്ട് ജീവനോടെ ഉണ്ടെന്നും നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു. ഇത് കേട്ടയുടൻ തന്നെ വിസ് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് ഇവനോട് ഇത്ര കരുണ തോന്നിയത്? നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, എനിക്ക് കരുണയൊന്നും വന്നിട്ടില്ല. ഇതിനിടയിൽ ഒരുത്തൻ വന്ന് എന്റെ ജീവൻ എടുത്തോ, എന്നാലും മിയറസിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സുപ്രീം കായി ആയിട്ടുള്ള ഷിന്നാണ്. ഇതൊക്കെ കേട്ട് ബിയറസിന് ദേഷ്യം വന്ന് ഷിന്നിനോട് പറയും, നീ ഒരു സുപ്രീം കായി ആയിട്ടാണോ നിന്റെ ജീവൻ തന്നെ നീ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ ബിയറസ് പറയുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, ഇതുപോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. നിങ്ങളൊരു ഡിവൈൻ ക്രീച്ചേഴ്സ് ആണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പനിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് പെനാൽറ്റി കൊടുക്കും. എന്ത് പെനാൽറ്റി ആണെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒമിനി കിങ്സ് രണ്ടുപേരും ബിയറസും ഷിന്നും പാലസിന് മുഴുവനായി 3 റൗണ്ട് സവാരി ചെയ്യണം. നമ്മുടെ ബിയറസ് പറയും, ഇതെല്ലാം ഗോക്കു കാരണമാണ്.
ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഹാപ്പിയായി മെഡലൊക്കെ വാങ്ങി മിയറസുമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ രണ്ട് ഒമിനി കിങ്സും കൂടി നമ്മുടെ ബിയറസിനെ ഒരു വകയാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ജാക്കോ പറയും, ഇനി എന്റെ റെസ്റ്റ് ടൈം ആണെന്ന് തൊട്ടടുത്തുള്ള ഗാലക്റ്റിക് പെട്രോൾ മെമ്പറിനോട് പറയും. ഈ ഒരു ക്യാരക്ടറിന്റെ പേരാണ് കെളമിസ്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ കെളമിസ് പറയും, എനിക്ക് ഇനിയും ഓൺ ഡ്യൂട്ടി ഉണ്ട്, പ്രിസണിൽ പോയി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നോക്കണം, നീയും എന്റെ കൂടെ വരുന്നോ എന്ന് ജാക്കോവിനോട് ചോദിക്കും. അങ്ങനെ അവസാനം രണ്ടുപേരും പ്രിസണിലേക്ക് എത്തുന്നു. എത്തിയ ഉടൻ തന്നെ കെളമിസ് ആ ഒരു പാണ്ഡയെ പോലെയുള്ള പ്രിസണറിന്റെ അടുത്തെത്തി ചോദിക്കും, റഡാറിൽ സംതിങ് എന്തോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അത് ഗോക്കു മോറോ ഫൈറ്റ് ചെയ്ത ആ ഭാഗത്ത് നിന്നാണ് വരുന്നത്, നിങ്ങൾക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് അവരോട് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ജാക്കോയും കെളമിസും ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. 7-3 എന്നൊരു ക്യാരക്ടറിനെ മോറോ അബ്സോർബ് ചെയ്തത്, മോറോ മരിച്ചാലും 7-3 മരിക്കില്ല എന്നൊക്കെ ആ ഒരു അടുത്തുള്ള ഒരു പ്രിസണർ പറയും. കൂടാതെ 7-3യെ നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നും നോർമൽ ആയിട്ടുള്ള അവനെ ഒരുപാട് ഡാറ്റാസും പവേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയാക്കി മാറ്റിയത്. അങ്ങനെ ഈ ഒരു സമയം ഗോക്കു മോറോ എർത്തിൽ ഫൈറ്റ് ചെയ്ത ആ ഭാഗത്ത് നിന്നും ചെറിയൊരു സെല്ല് തുള്ളി പോകുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ആ ഒരു സെല്ല് 7-3യുടെ ഫേസിൽ ചേർന്ന് പതിയെ ആ ഒരു 7-3യുടെ തല വലുതാകാൻ തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ ജാക്കോയും കെളമിസും ഒരുപക്ഷെ 7-3 അവിടെ ഉണ്ടെങ്കിലോ എന്ന് കരുതി ജസ്റ്റ് ആ ഒരു സ്ഥലം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് എത്തി നോക്കിയിട്ടും ഒന്നും തന്നെ കണ്ടില്ല. പക്ഷെ ശരിക്കും അവിടെ നടന്നത് 7-3യുടെ ആ ഒരു തല വേറെ രണ്ടുപേരും മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ അവർ കാണാതെ അവരുടെ സ്പേസ്ഷിപ്പും എടുത്തിട്ട് അവർ ഇവിടെ വിട്ടു പോകുന്നു. ഇതിനുശേഷം ഒരു 5 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സ്പേസ്ഷിപ്പാണ് കാണിക്കുന്നത്. ആ സ്പേസ്ഷിപ്പിന്റെ പൈലറ്റ് ആയിട്ടുള്ള ഗോയിച്ചിയും ടീമുമാണ് നമ്മുടെ 7-3യുടെ തലയെടുത്തിട്ട് കൊണ്ടുപോയത്. അവർ തന്നെ പറയും, OG-73 ഇത്രയും പവർഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അന്ന് സഗാൻപൂ 7-3യെ അടിച്ചുകൊണ്ട് പോയി എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പോൾ എന്തോ ലെക്കാണെന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ ഇതിനിടയിൽ ഇവരുടെ സ്പേസ്ഷിപ്പിനെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ആശാന്റെ സ്പേസ്ഷിപ്പ് അവിടെ കടന്നു വരുന്നു. അങ്ങനെ ആശാൻ ഓട്ട്മെയിലിനോട് ചോദിക്കും, ഇതാണോ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്പേസ്ഷിപ്പ്? ഓട്ട്മെയിൽ പറയും, ഇത് തന്നെ ഗ്രനോള, ബട്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ഒരുപാട് ആൾക്കാർ ആ സ്പേസ്ഷിപ്പിനകത്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ ആശാനെ കാണിക്കുന്നത്. ഗ്രനോള ദ സർവൈവർ ക്യാരക്ടർ. ഈ ഒരു ആർക്കിന്റെ പേരും ഇത് തന്നെയാണ്. ഇവരാണ് ഗ്രനോള. ഇവരുടെ കണ്ണിൽ കാണുന്നതാണ് ഓട്ട്മീൽ. അങ്ങനെ ഗോയിച്ചി പറയും, ആരോ നമ്മുടെ നേർക്ക് വരുന്നുണ്ട്, എല്ലാവരും തയ്യാറായിരിക്കൂ എന്ന് അലേർട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഗ്രനോള ഗോയിച്ചിയുടെ സ്പേസ്ഷിപ്പിലേക്ക് കയറി ഒരു പ്രത്യേകതരം ഗണ്ണ് വെച്ച് അവിടെയുള്ള എല്ലാവരെയും ഫയർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ആശാൻ മാസായിട്ട് നടന്നൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ടീമിനെ മൊത്തം ഇവൻ അടിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇനി OG സോൾജേഴ്സിനെ ഒക്കെ പുറത്തെടുക്കാൻ ഗോയിച്ചി പറയും. അങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ അടച്ചു വെച്ചിട്ടുള്ള ചില ബോഡീസ് പുറത്തു വരുന്നു. ഇവരൊക്കെ കാണാനും ഏകദേശം 7-3യെ പോലെയാണ് ഉള്ളത്. അങ്ങനെ ഇവരുടെ കൂടെയും ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഫൈറ്റിനിടയിൽ ഗ്രനോള ഓട്ട്മീലിനോട് ചോദിക്കും, ഇതിലേതാണ് ഒറിജിനൽ ടാർഗറ്റ് എന്നത്. അങ്ങനെ ഇവരാരുമല്ല എന്നറിഞ്ഞ് എല്ലാത്തിനെയും അടിച്ചിട്ട് അങ്ങനെ അവസാനം ഒരു ടെസ്റ്റ് ട്യൂബുള്ള അടുത്തെത്തും. എത്തിയ ഉടൻ തന്നെ ഓട്ട്മീൽ പറയും, ആ നടുക്കുള്ളതാണ് യഥാർത്ഥ 7-3. അപ്പോൾ ഇവനാണല്ലേ 7-3 എന്നും പറഞ്ഞ് ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ചിരിയും ചിരിക്കും. ഈ ഒരു പാർട്ട് ഇത്ര വരെയുള്ളൂ. ഇതിന് ശേഷമുള്ള കാര്യം എന്താണ് നമുക്ക് അടുത്ത ആർക്കിൽ പറയാം. ഗ്രനോള ആരാണെന്നും ഗോക്കുവും വെജിറ്റയുമായിട്ടൊക്കെ കണ്ടുവരുമോ എന്നും ശരിക്കും ഈ ഗ്രനോള ഒരു ഈവിളായിട്ടുള്ള ക്യാരക്ടർ ആണോ എന്നൊക്കെ ഇനി തുടർന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.